അഡ്വക്കേറ്റ് ഹസ്കർ, ഇവിടെ നമ്മുടെ മുമ്പിൽ പകൽ പോലെ വ്യക്തമായിട്ടുള്ളത് എന്താണ്? ഈ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വരുന്ന ആരാധനാലയത്തിൽ തീവെട്ടിക്കൊള്ള നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. എവിടെയെങ്കിലും ചെറിയ മിസ്അപ്രോപ്രിയേഷൻ അല്ല, കൃത്യമായി പ്ലാൻ ചെയ്ത് ഓരോന്നായി അടിച്ചു മാറ്റുന്ന ആന്റിക് പ്രോപ്പർട്ടീസ് അടിച്ചു മാറ്റിയിട്ട് പകരം വേറെ സ്വർണം ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് വെക്കുന്ന ഏർപ്പാട് ഇങ്ങനെ ക്രമമായ ഇടവേളകളിൽ നടന്നു വന്നിരുന്നു എന്ന് ബോധ്യമുണ്ട് നമുക്ക്. അത് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് അത് ബോധ്യമുണ്ട്. അതിപ്പോൾ അന്വേഷിക്കപ്പെടുന്നു. ഇതുവരെയും ഉണ്ണികൃഷ്ണൻ പോറ്റി പോലും അറസ്റ്റിലായിട്ടില്ല, ഒരു ദേവസ്വം ഉദ്യോഗസ്ഥനും അറസ്റ്റിലായിട്ടില്ല. 6 ആഴ്ച സമയമുണ്ട്. വരുന്ന ദിവസങ്ങളിൽ അത്തരത്തിലുള്ള നടപടികളൊക്കെ വന്നേക്കാം. ഇത് കേവലമായി ചില ഉദ്യോഗസ്ഥരെ പിടിച്ച് ഈ കേസിന്റെ കുറ്റമേൽപ്പിക്കുന്നതിനപ്പുറത്ത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കറപ്ഷൻ ഇവിടെ നടന്നു എന്നുള്ള വസ്തുത അഡ്രസ് ചെയ്യപ്പെടണ്ടേ? അല്ല അഭിലാഷ്, ഇതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചരിത്രം പരിശോധിച്ചാൽ ജി സുധാകരൻ മുൻപ് ദേവസ്വം മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ആണ് എനിക്കിപ്പോൾ ഓർക്കാൻ കഴിയുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന മഹാഭൂരിപക്ഷം ഉദ്യോഗസ്ഥന്മാരുള്ള ഒരു സ്ഥാനമാണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ അഴിമതി അത്ര എളുപ്പത്തിൽ അങ്ങ് മുറിച്ചു മാറ്റാൻ കഴിയില്ല. പക്ഷേ കഴിഞ്ഞ 9.5 കൊല്ലത്തിനിടയിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം സാർവത്രികമായിരുന്ന അഴിമതിയെ ഇല്ലായ്മ ചെയ്യാനായിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഇത് പറയുമ്പോൾ അഴിമതിക്കാരില്ല എന്നുള്ളതല്ല. കേരളത്തിൽ 1175 സർക്കാർ ഉദ്യോഗസ്ഥരെ അഴിമതി കേസുകളിൽ വിജിലൻസ് അറസ്റ്റ് ചെയ്ത് കോടതി മുമ്പാകെ എത്തിച്ചിട്ടുള്ളതും ഈ ഗവൺമെൻറ് കാലത്താണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അഴിമതി ചെയ്ത ആരെങ്കിലും, ഇപ്പം നമുക്ക് അഴിമതി ചെയ്ത ആളുകളെ മുഴുവൻ അങ്ങനെ കണ്ണുമടച്ച് വിശ്വസിക്കാനാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവരെയൊക്കെ കണ്ടുപിടിച്ച് നിയമത്തിന് മുന്നിൽ എത്തിക്കുക എന്നുള്ള ദൗത്യം കൂടി ഒരു ജനാധിപത്യ സർക്കാരിനുണ്ട്. ആ ജനാധിപത്യ സർക്കാർ വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ അഴിമതി കേസുകളിൽ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലും തുറന്നു സമ്മതിക്കേണ്ടിയിരിക്കും എന്നു നിരവധി അഴിമതികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ നടപടികൾ എടുത്തിട്ടുണ്ട്. പക്ഷെ ദേവസ്വം ബോർഡിൻ്റെ അംഗങ്ങൾ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ഭരണസമിതി അതിലേതെങ്കിലും തരത്തിൽ ഒരു അഴിമതി ആരോപണം നാളിതുവരെ മുൻകാലങ്ങളിൽ UDF നിയമിച്ചിട്ടുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കെതിരെ അഴിമതി വന്നിട്ടുണ്ട്. പക്ഷേ നാളിതുവരെ ഒരു തരത്തിലുള്ള അഴിമതിയും ആരോപിക്കുന്നതിന് പൊതുസമൂഹത്തിനും പ്രതിപക്ഷത്തിനും കഴിഞ്ഞിട്ടില്ല. ചില അസംഷൻസ് ആൻഡ് പ്രിസംഷൻസിലൂടെ ചില കാര്യങ്ങൾ ഇങ്ങനെ ഊഹാപോഹങ്ങളും കെട്ടുകഥകളുമായി പറയാമെന്നല്ലാതെ വസ്തുതാപരമായ തെളിവുകളുമായി ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാർക്കെതിരെയോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കെതിരെയോ ഒരു തരത്തിലുള്ള അഴിമതി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ അവർക്കൊക്കെ സൂപ്പർവൈസറി ലാപ്സസ് ഉണ്ട് എന്ന ഏറ്റവും മഹാ അപരാധമായി നമുക്ക് കണ്ടുകൊണ്ട് അവരിൽ വന്നിട്ടുള്ള ചില വീഴ്ചകളെ കാണാം. നമുക്ക് എന്ന് പറയുമ്പോ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി N വാസു എന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഒരു ഇമെയിൽ അയക്കുന്നുണ്ട്. സ്വർണം പൂശിയതിന്റെ ബാക്കിയുള്ള സ്വർണം എൻ്റെ കയ്യിലുണ്ട്, ഞാനത് വെച്ച് കല്യാണം നടത്താൻ, നിർധന യുവതികളുടെ കല്യാണം നടത്താൻ തയ്യാറാണ് എന്ന് ഇമെയിൽ അയക്കുമ്പോൾ ബാക്കി വന്ന സ്വർണമോ അതേത് സ്വർണം, അപ്പോൾ എത്ര സ്വർണം എടുത്തു, എത്ര സ്വർണം പൂശി, ആ സ്വർണത്തിന്റെ കണക്കെവിടെ എന്ന് നോക്കാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് തോന്നുന്നില്ല. മറ്റൊരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അയ്യപ്പന്റെ യോഗദണ്ഡും രുദ്രാക്ഷമാലയും നന്നാക്കാൻ മകനെ ഏൽപ്പിക്കുന്നു. ഇതൊക്കെ സൂപ്പർവൈസറി ലാപ്സസിന്റെ പട്ടികയിലാണോ പെടുത്തേണ്ടത്? അല്ല, ഒന്ന് ഇപ്പോൾ സ്വർണത്തിൻ്റെ സംബന്ധിച്ച് ശ്രീ N വാസു പ്രസിഡന്റായിരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ അദ്ദേഹം 2019 നവംബറിലാണ് അദ്ദേഹം പ്രസിഡന്റായി സ്ഥാനം വയ്ക്കുന്നത്. അതിനു മുമ്പ് ഇത് ഈ സ്വർണം അവിടെ നിന്ന് കടത്തിക്കൊണ്ടുവന്നത് ജൂലൈ മാസത്തിലാണ്. ഡിസംബറിലാണ് മെയിൽ വരുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മെയിൽ. സ്വാഭാവികമായി അതിനുശേഷം അല്ല മെയിൽ വന്നതാണ്. അതെ, അത് ഡിസംബറിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു മെയിൽ വരുന്നത്. അത് സംബന്ധിച്ചിട്ടുള്ള കാര്യകാരണങ്ങളിലേക്ക് അദ്ദേഹം എന്ത് നടപടിയെടുത്തു എന്നുള്ളതാണല്ലോ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ചോദ്യം. അദ്ദേഹത്തിന് അറിയാത്ത ഒരു കാര്യത്തെ സംബന്ധിച്ച് അദ്ദേഹത്തെ ഇങ്ങനെ സംശയത്തിൻ്റെ നെള്ളിൽ നിർത്തുന്നത് ശരിയല്ല. കാരണം അദ്ദേഹത്തെ വ്യക്തിപരമായി കൂടി അറിയാവുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹം അങ്ങനെ ഒരു തരത്തിലുള്ള അഴിമതിയുടെ കറപുരളാത്ത മനുഷ്യനാണ്. അദ്ദേഹം നേരത്തെ വിജിലൻസിൻ്റെ പ്രിസൈഡിംഗ് ഓഫീസറായിരുന്നു. അതിനുശേഷം അദ്ദേഹം PK ഗുരുദാസിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ എങ്ങും കേൾക്കാത്ത അഴിമതിയുടെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തോ
ഒക്കെ ആയിരുന്നു അദ്ദേഹം അങ്ങനെയൊക്കെ പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ അദ്ദേഹത്തിന്റെ വാർദ്ധക്യ സമയത്ത് അദ്ദേഹം വലിയ അഴിമതിക്കാരനായിരുന്നു, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മെയിൽ വന്നു അദ്ദേഹത്തിന് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ അങ്ങനെ അപകീർത്തിപ്പെടുന്നത് ശരിയല്ല എന്നുള്ളതാണ് അഴിമതിക്കാരൻ എന്ന് പറഞ്ഞില്ല. എന്റെ അഭിപ്രായം. അഴിമതിക്കാരെന്ന് പറഞ്ഞില്ല ശ്രീഹാസ്. ഒരു പദവിയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഈ വിവരമനുസരിച്ച് അദ്ദേഹം എന്ത് ആക്ട് ചെയ്തു എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അഴിമതി നടത്തിയതായി പറയാൻ നമ്മുടെ കയ്യിൽ ഒരു വസ്തുതയില്ലല്ലോ. അഴിമതി നടത്തിയെന്ന് ഞാനും പറയുന്നില്ല. അല്ല അത് ഇതിൽ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞ ചില ദേവസ്വം ബോർഡിന്റെ ഭരണസമിതി അംഗങ്ങൾക്ക് സൂപ്പർവൈസറി ലാപ്സസ് ഉണ്ടെന്ന് തോന്നുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ വന്നിട്ടുണ്ട്. അത് തുറന്ന് സമ്മതിക്കുന്നതിനൊരു മടിയില്ല. ഒരു പക്ഷേ അവരുടെ ജാഗ്രത കുറവ് ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാനുവലിന് വിരുദ്ധമായി ഈ സ്വർണ്ണപ്പാളികൾ ശബരിമല സന്നിധാനത്ത് വെച്ച് തന്നെ പുനഃക്രമീകരിക്കുന്നതിന് പകരം മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ച് അവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്നുള്ളത് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ അഡ്ജുഡിക്കേറ്റ് ചെയ്ത വിഷയമാണ്. ഹൈക്കോടതി അക്കാര്യത്തിൽ മാപ്പ് കൊടുക്കുകയും അങ്ങനെ വന്നിട്ടുള്ള തെറ്റ് അത് പരിശോധിക്കുകയും അത് തെറ്റാണ് എന്നും ഹൈക്കോടതിക്കടക്കം വിൽഫുൾ ലാച്ചസ് അല്ല അക്കാര്യത്തിൽ വന്നിട്ടുള്ളത് എന്ന് ഹൈക്കോടതിക്കടക്കം ബോധ്യപ്പെട്ടതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി അവർക്കെതിരെ നടപടിയെടുക്കാതെ ഇതിൽ സംബന്ധിച്ച് ഒരു സമഗ്രമായ അന്വേഷണത്തിലേക്ക് ഹൈക്കോടതിയുടെ ഉത്തരവ് വരികയും ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമുക്കിതിനെ കാണുമ്പോൾ ഇതിൽ ഏതെങ്കിലും ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആക്ട് പരിശോധിച്ചാൽ വളരെ കൃത്യമായിട്ട് ഇതൊരു ഓട്ടോണമസ് ബോഡിയാണ്. അപ്പോൾ സ്വയംഭരണ അവകാശമുള്ള ഒരു സ്ഥാപനം എന്ന നിലയിൽ സർക്കാരിന് ദേവസ്വം മന്ത്രിക്ക് ഏതെങ്കിലും തരത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രവൃത്തികളിൽ ഇടപെടാൻ നിയമപരമായി കഴിയില്ല. അപ്പോൾ നിയമപരമായി ഇടപെടാൻ കഴിയാത്തപ്പോൾ ദേവസ്വം ബോർഡിന്റെ മന്ത്രി ഇക്കാര്യത്തിൽ രാജിവെക്കണമെന്ന വല്ലാത്ത കിനാവ് കാണുന്ന കോൺഗ്രസും പ്രതിപക്ഷവും അത് അങ്ങനെ കാണാൻ പാടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഇതാണ് കേരളത്തിലെ ഏറ്റവും ഉയർന്ന ചോദ്യം. കേരള ചരിത്രം പരിശോധിച്ചാൽ